അയ്യാ വണക്കം. പള്ളുരുത്തിയിലെ സെൻറ്റ് റീത്ത സ്കൂളുമായി ബന്ധപ്പെട്ടിട്ടുള്ള ഹിജാബ് വിവാദം ഒരുവിധം തീർന്നു വന്നതാണ്. അപ്പോഴാണ് നമ്മുടെ വിദ്യാഭ്യാസ മന്ത്രിയായിട്ടുള്ള ശിവൻകുട്ടി അണ്ണൻ ഇനി മേലാൽ ഇത് ആവർത്തിക്കരുത്, കുട്ടിയെ ഹിജാബ് ഇട്ട് അകത്തേക്ക് കയറ്റണം എന്ന് പറഞ്ഞ് ഇങ്ങോട്ട് തിരിയുന്നു. പിന്നെ തിരിഞ്ഞിട്ട് അല്ല, സ്കൂളിനൊരു അവകാശമുണ്ടല്ലോ, ആ അവകാശത്തിന്മേൽ സ്കൂൾ പ്രവർത്തിക്കണം, അതിനിവിടെ ആരാ തടസ്സം നിൽക്കുന്നത് എന്ന് പറയുകയാണ്. സത്യം പറഞ്ഞാൽ നമ്മുടെ അപ്പം ഗോവിന്ദണ്ണ മലക്കം മറിയുന്നത് പോലും ഇതിൽ സ്റ്റാൻഡേർഡ് ആയിട്ടാണെന്ന് നമുക്ക് പറയേണ്ടി വരും. നമ്മുടെ കുറ്റനാട് നിന്നും അപ്പം കൊണ്ടുവരുന്ന സ്ത്രീകൾ അവർക്ക് റെയിലിൽ കയറി ഇപ്പുറത്തേക്ക് വന്നിറങ്ങി അവരുടെ കയ്യിലുള്ള അപ്പം വിറ്റ് കഴിഞ്ഞ ശേഷം അവർക്ക് തിരിച്ചു പോകാം. അതാണ് റെയിലിൻ്റെ ഗുണം എന്നൊക്കെ പറയുന്നത്. നമ്മുടെ ഗോവിന്ദണ്ണ മലക്കം മറിയുന്നതിനെക്കാട്ടിലും ഗംഭീരമായിട്ടാണ് ഇങ്ങേര് മലക്കം പറഞ്ഞിരിക്കുന്നത് എന്നുള്ള കാര്യത്തിൽ യാതൊരുവിധ സംശയവുമില്ല. അപ്പോൾ ആ പ്രശ്നം തീർന്നു വന്ന പ്രശ്നം വീണ്ടും ഊതി കത്തിച്ചിരിക്കുകയാണ് നമ്മുടെ വിദ്യാഭ്യാസ മന്ത്രി എന്ന് പറയുന്നത്. പക്ഷേ എനിക്ക് അവിടെ ഇഷ്ടപ്പെട്ട ഒരു കാര്യമുണ്ട് കേട്ടോ. അതായത് ഹെലീന ടീച്ചർ, അതാണ് അവരുടെ പേരെന്ന് എനിക്ക് തോന്നുന്നു, പ്രിൻസിപ്പാൾ, അതിഗംഭീരമായിട്ടാണ് മാധ്യമങ്ങൾക്ക് മുമ്പിൽ യാതൊരുവിധ പതർച്ചയും ഇല്ലാതെ ബൈറ്റ് കൊടുക്കുന്നത്. ഇതൊരു ക്രിസ്ത്യൻ മിഷണറിയുടെ സ്കൂളായതുകൊണ്ട് പ്രശ്നമില്ല. ഇത് ഏതെങ്കിലും ഒരു ഹൈന്ദവ മാനേജ്മെൻറ്റിൻ്റെ സ്കൂളായിരുന്നെങ്കിൽ നിങ്ങളൊന്ന് ചിന്തിച്ച് നോക്കിയേ. DYFA ഒക്കെ ഇപ്പോൾ പന്തം കൊളുത്തി പ്രകടനം നടത്തൂലായിരുന്നു. DYFA പന്തം കൊളുത്തി പ്രകടനം നടത്തുന്നു, SDPA പിന്നെ അതിൻ്റെ സൈഡിൽ കൂടെ വന്ന് പ്രകടനം നടത്തുന്നു, UDF ചാടി ഇറങ്ങുന്നു, ജോൺ ബ്രിട്ടാസ് MP ആരും വിളിക്കണ്ട, ഇങ്ങ് വന്നേനെ, കുറ്റിയും പറിച്ച് ഇങ്ങ് വന്നേനെ, എവിടെയായിരുന്നെങ്കിലും വരുന്നു. അതിനുശേഷം അവിടെയുള്ള കുട്ടികളെ ഇങ്ങനെ ചേർത്ത് പിടിക്കുന്നു, രണ്ട് കരച്ചിൽ കരയുന്നു, ഫോട്ടോ എടുക്കുന്നു. ഭീകരമായിട്ടുള്ള പ്രശ്നങ്ങളായിരുന്നേനെ അവിടെ നടക്കേണ്ടിയിരുന്നത്. പക്ഷേ ഇതൊരു ക്രിസ്ത്യൻ മിഷണറി സ്കൂൾ ആയതുകൊണ്ട് തന്നെ വലിയ രീതിയിലുള്ള പ്രക്ഷോഭങ്ങൾ ഒന്നും തന്നെ ഇവറ്റകൾ നടത്തുന്നില്ല എന്നുള്ളതാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. ഇത് ഞാൻ പറയാനുള്ള കാരണം എന്ന് പറയുന്നത്, കഴിഞ്ഞ കുറച്ച് ദിവസങ്ങൾക്ക് മുമ്പ് നമ്മളൊരു വാർത്ത കണ്ടു. ഒരു മാനേജ്മെൻറ്റ് സ്കൂളിൽ ഗണപതി ഹോമം നടത്തി എന്ന് പറഞ്ഞ് നമ്മുടെ വിദ്യാഭ്യാസ മന്ത്രി അപ്പൂപ്പൻ മുണ്ടൂരി തലയെ കെട്ടുന്ന ഒരു കാഴ്ചയാണ് നമുക്ക് കാണാനായിട്ട് സാധിച്ചത്. പോരാത്തതിന് വിദ്യാഭ്യാസ മന്ത്രി അപ്പൂപ്പൻ ഇടയ്ക്ക് ഒരു പ്രസ്താവന നടത്തിയിരുന്നു. അതായത് സ്കൂളിലുള്ള ഈ മതപ്രാർത്ഥനകളുണ്ടല്ലോ, അതായത് പ്രാർത്ഥനകൾ അതിൽ സെക്കുലർ ആവണം, ആ പ്രാർത്ഥനയെ നമ്മൾ സെക്കുലർ ആവണം. സെക്കുലർ ആവുന്നതിൻ്റെ ഭാഗമായിട്ട് നമ്മൾ അതിനെ നവീകരിക്കേണ്ടതുണ്ട്. കാരണം ഇവിടെ നിൽക്കുന്ന മറ്റൊരു മതസ്ഥനായിട്ടുള്ള ഒരു കുട്ടിക്ക് ഈ മതക്കാരുടെ പ്രാർത്ഥന കേൾക്കുമ്പോൾ ഒരു വിഷമം വരാൻ പാടില്ലല്ലോ. കുട്ടികൾക്ക് അങ്ങനെ ഒരു വിഷമം വരുമെന്ന് ആരും ഇവിടെ വിചാരിക്കുന്നില്ല. പൊളിറ്റിക്സ് അവർക്കിടയിലേക്ക് കയറി വരുമ്പോൾ മാത്രമേ അവർ വിഷമം വരൂ. എന്തായിരുന്നാലും അണ്ണൻ ഇത് പറഞ്ഞ സ്ഥിതിക്ക് നമുക്ക് വേണമെങ്കിൽ സെക്കുലറായിട്ട് നമുക്ക് മറ്റേ പ്രാർത്ഥന എടുത്താലോ. നമുക്ക് മറ്റേ ആ പ്രാർത്ഥന ഉണ്ടല്ലോ, നമ്മുടെ പിണറായി സഖാവിൻ്റെ തിരുവാതിര കളിയുണ്ടല്ലോ, അതിലൊരു സെറ്റപ്പ് ഉണ്ടല്ലോ, അത് നമുക്ക് എടുത്ത് പ്രാർത്ഥനയായിട്ട് കൊടുത്താൽ എങ്ങനെ ചെയ്യും? അപ്പോൾ കുറച്ച് കൂടുതൽ സെക്യുലറായി പോവും എന്ന് മാത്രമേ എനിക്ക് പറയാനായിട്ടുള്ളൂ. പിണറായി വിജയനെന്ന സഖാവ് തന്നെ, ആ പാട്ടെടുത്ത് നമുക്ക് അങ്ങനെയാണെങ്കിൽ ഇവിടെ എല്ലാം എന്ത് ചെയ്യും, പ്രാർത്ഥനയാക്കി ഇടാം. അപ്പോൾ എന്തായിരുന്നാലും നമ്മുടെ ഹെലീന ടീച്ചർ വളരെ ഗംഭീരമായിട്ടാണ് ഈ കാര്യങ്ങൾ നടത്തിയത്. കാര്യങ്ങൾ ചെയ്തതെന്ന് പറഞ്ഞാൽ ഒരു പതർച്ചയില്ലായിരുന്നു. അതായത് നമ്മുടെ വിദ്യാഭ്യാസ മന്ത്രി തന്നെ അപ്പുറത്ത് വന്ന് നിന്നിട്ട് പോലും ടീച്ചർ വളരെ ശക്തമായിട്ട് നിന്നിട്ട് പോലും നമ്മൾ കോടതിയിൽ പോകും എന്നാണ് ടീച്ചർ പറയുന്നൊരു സാഹചര്യം ഉണ്ടായത്. കാരണം ആ ടീച്ചറിൻ്റെ കീഴിൽ പഠിക്കുന്ന കുട്ടികളൊക്കെ വളരെ ഡിസിപ്ലിൻഡ് ആയിട്ട് മാറുമെന്നുള്ള കാര്യത്തിൽ തർക്കമില്ല. കാരണം പിള്ളേർ വിളച്ചിൽ കാണിക്കത്തില്ല. ഈ വിളച്ചിൽ കാണിക്കുന്ന പിള്ളേരുണ്ടല്ലോ, അപ്പോൾ അവരെയൊക്കെ വിറപ്പിച്ച് നിർത്താൻ ഇതുപോലൊരു പ്രിൻസിപ്പാൾ ഒരു ഇൻസ്റ്റിറ്റ്യൂഷനിൽ വേണമെന്നുള്ള കാര്യത്തിൽ എനിക്ക് ഒരു സംശയമില്ല. ആ കാര്യത്തിൽ ഈ ടീച്ചർക്ക് 100-ൽ 100 മാർക്കാണ്. കാരണം വളരെ ഗംഭീരമായിട്ട് അവർ സംസാരിക്കുന്നു. മാധ്യമങ്ങൾക്ക് മുമ്പിലെല്ലാം അവരിങ്ങനെ അനർഘനിർഗളം ഒഴുകുകയാണ് അവരുടെ വാക്കുകളെന്ന് പറയുന്നത്. നമുക്ക് ഹൈക്കോടതി വിധിയുണ്ട്, നമുക്ക് സ്കൂളിന് ഇത്തരത്തിലുള്ള പല ടേംസ് ആൻഡ് കണ്ടീഷൻസ് ഉണ്ട്, നോംസ് ഉണ്ട്. അപ്പോൾ അതൊക്കെ സ്വീകരിച്ച് വേണം മുന്നിലേക്ക് പോകാൻ. സ്കൂൾ കുട്ടിയെ നമ്മൾ ഇതുവരെ പുറത്താക്കിയിട്ടില്ല, അവളും നമ്മുടെ സ്റ്റുഡൻറ്റ് തന്നെയാണ്. ഈ സ്കൂളിൽ ഇത്രയധികം മുസ്ലിം കുട്ടികൾ പഠിക്കുന്നുണ്ട്, അവർക്കൊന്നും ഈ പ്രശ്നമില്ല. ഈ കുട്ടിക്കാണ് ഈ പ്രശ്നം, ഈ കുട്ടിയെ വെയിലത്ത് നിർത്തിയിട്ടില്ല. SDPA പ്രവർത്തകർ വന്നിട്ട് ഭീകരാന്തരീക്ഷം സൃഷ്ടിച്ചു. എല്ലാം വളരെ കൃത്യമായിട്ടാണ്, വളരെ സ്ട്രെയിറ്റ് ടു ദ പോയിൻ്റ് ആയിട്ടാണ് ഈ ടീച്ചർ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ എന്ത് തന്നെയായിരുന്നാലും ഈ വിഷയത്തിൽ നമ്മുടെ മുൻ DGP ആയിട്ടുള്ള സെൻകുമാർ പ്രതികരിച്ചിട്ടുണ്ട്. നമ്മുടെ ശിവൻകുട്ടി അണ്ണൻ്റെ പ്രസ്താവന കണ്ടപ്പോൾ നമ്മുടെ സെൻകുമാർ സാറിന് പ്രതികരിക്കാതിരിക്കാൻ പറ്റിയില്ല. അങ്ങനെ സെൻകുമാർ സാർ ഈ വിഷയത്തിൽ ഒരു ഫേസ്ബുക്ക് പോസ്റ്റ് ഇട്ടിട്ടുണ്ട്. എന്താണ് അദ്ദേഹം പറഞ്ഞിരിക്കുന്നത് നമുക്ക് നോക്കാം. പള്ളുരുത്തിയിലെ സെൻറ്റ് റീത്താസ് പബ്ലിക് സ്കൂളിലെ ഹിജാബ് വിഷയത്തിൽ ബഹുമാനപ്പെട്ട മന്ത്രി ശിവൻകുട്ടിയുടെ പ്രസ്താവനകൾ കണ്ടു. സന്തോഷം. വാസ്തവത്തിൽ മതപ്രീണനം എത്രയാകാം എന്നുള്ളതിൻ്റെ പരിധികളുടെ എല്ലാം ലംഘനമാണ് മന്ത്രിയുടെ ഈ പ്രസ്താവന. അതൊരു ഭയങ്കരമായിട്ടുള്ള ഒരു ട്രോളാണ്. ആ ട്രോളിന് മന്ത്രിക്ക് മനസ്സിലാവുമോ എന്തോ. എന്തായാലും തികച്ചും അനുചിതമാണെന്ന് പറയാതെ വയ്യ. കാരണം ഇക്കാര്യത്തിൽ ബഹുമാനപ്പെട്ട ഹൈക്കോടതി ഒരു നിർദ്ദേശം നൽകി കഴിഞ്ഞു. ഹൈക്കോടതിയുടെ നിർദ്ദേശമൊന്നും നമ്മളിവിടെ എടുക്കുന്നില്ല. നെഹി എന്ന് പറഞ്ഞാൽ നെഹി, നമുക്ക് അനുകൂലമായിട്ടുള്ളതാണെങ്കിൽ നമ്മൾ എടുക്കും, അല്ലെങ്കിൽ നമ്മൾ ജഡ്ജിമാരെ ശുംഭന്മാരെന്ന് വിളിച്ച് കളിയാക്കിക്കൊണ്ടിരിക്കും. അപ്പോൾ അങ്ങനെയാണ് കാര്യങ്ങളുടെ പോക്ക്. ഇനി ആ നിർദ്ദേശത്തിന് മുകളിൽ വിദ്യാഭ്യാസമില്ലാത്ത വിദ്യാഭ്യാസ മന്ത്രി പോകുമെന്നാണോ പറയുന്നത്? ഐ എം സോറി. അപ്പോൾ വിദ്യാഭ്യാസമില്ലാത്ത വിദ്യാഭ്യാസ മന്ത്രി ഹൈക്കോടതിക്ക് മുകളിലാണോ? ചിലപ്പോൾ വിദ്യാഭ്യാസ മന്ത്രി ഹൈക്കോടതിക്ക് മുകളിലായിരിക്കും. പല കോടതികൾക്കും വിദ്യാഭ്യാസ മന്ത്രി മുകളിലാണ്. കാരണം വിദ്യാഭ്യാസ മന്ത്രിയുടെ ഒരു താണ്ഡവ നടനം നമ്മൾ കണ്ടതാണല്ലോ നിയമസഭയിൽ. ആനന്ദ നടനം
ആടിഞ്ഞാൽ മുണ്ടൂരി കെട്ടി ഒരു ഡെസ്കിൽ നിന്ന് വേറൊരു ഡെസ്കിലേക്ക് ചാടുക, അടുത്ത ഡെസ്കിൽ നിന്ന് വേറൊരു ഡെസ്കിലേക്ക് ചാടുക, സ്പീക്കറെ തട്ടി തോളി കയറ്റുക, സ്പീക്കറുടെ കസേര എടുത്ത് വിളയെ കളയുക, അതിനുശേഷം എമർജൻസി ലാബൂരി തറയിലടിക്കുക, സ്പീക്കറുടെ ഡയസിൻ്റെ മുകളിൽ കയറി കടിച്ചു പറിക്കുക. അപ്പോൾ ഇതൊക്കെ നമ്മൾ കേരളം മൊത്തം കണ്ടതാണ്. വിചാരണ കോടതിയിൽ വിചാരണക്കാരുടെ ഇനി വാ എന്ന് പറഞ്ഞപ്പോൾ നമ്മുടെ മന്ത്രി ഇതുവരെ പോയിട്ടില്ല. പോരാത്തതിന് മന്ത്രി കോടതിയെ വെല്ലുവിളിച്ചുകൊണ്ട് പറഞ്ഞത് വിഷ്വൽസ് ഉണ്ടോ എന്ന് പറഞ്ഞു. അപ്പോൾ കോടതി പറഞ്ഞു വിഷ്വൽസ് ഉണ്ട്, ഇത് നീയല്ലേ എന്ന് ചോദിച്ചപ്പം നമ്മുടെ മന്ത്രി പറഞ്ഞിരിക്കുന്ന ഒരു കാര്യം എന്ന് പറയുന്നത് അല്ല, എങ്ങനെ ഞാനല്ല, ആ വിഷ്വൽസൊക്കെ ഫേക്കാണെന്ന് ലോകം മൊത്തം കണ്ടതാണ്. മാധ്യമങ്ങൾ മൊത്തം ഇവിടെ എന്ത് ചെയ്തതാണ്, പ്രചരിപ്പിച്ചതാണ്, അവർ ലൈവായിട്ട് ടെലികാസ്റ്റ് ചെയ്തതാണ്. ഒരു ഉളുപ്പുമില്ലാതെ പറയണം അത് ഞാനല്ല. അതായത് കോടതിയിൽ പോലും ഇത്രയും വലിയ കള്ളമാണ് നമ്മുടെ വിദ്യാഭ്യാസമില്ലാത്ത വിദ്യാഭ്യാസ മന്ത്രി പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. ഈ കാലത്തെ ഇങ്ങനെ. അപ്പോൾ പണ്ട് കാലത്ത് CCTV ഇല്ലാത്ത ദേശാഭിമാനി മാത്രമുള്ള കാലത്ത് എന്തൊക്കെ കാട്ടി കൂട്ടി കാണും എന്ന് നമ്മൾ ചിന്തിച്ചാൽ നമുക്ക് മനസ്സിലാവും. ഭയാനകരം. അപ്പോൾ എന്ത് തന്നെയായിരുന്നാലും നമ്മുടെ സെൻകുമാർ സാർ പറയുന്നത് എല്ലാ കാര്യത്തിലും ഈ മന്ത്രി ആദ്യം പറയുന്ന കാര്യം മുല്ലാക്കയോ ബിഷപ്പിനെയോ കണ്ടാൽ കീഴ്മേൽ മറിയും എന്നാണ് സെൻകുമാർ സാർ പറയുന്നത്. വിദ്യാഭ്യാസത്തിൻ്റെ അഭാവം കുറച്ചധികം കാണുന്നുണ്ട്. അതുകൊണ്ടാവാം ഹൈക്കോടതി പറഞ്ഞതൊന്നും മനസ്സിലാവാത്തത്. ഈ വിഷയം വളരെ വ്യക്തമാണ്. കർണാടകയിലുണ്ടായ ഹിജാബ് വിഷയത്തിലെ വിധി നിലനിൽക്കുകയാണ്. അതിനെതിരെ സുപ്രീം കോടതിയിൽ അവർ പോയി. അവിടെ 2 ജഡ്ജിമാരും 2 വ്യത്യസ്ത അഭിപ്രായം പറഞ്ഞു. അതിനാൽ ആ കേസിൽ ഇതുവരെ വിധി വന്നിട്ടില്ല. അതുകൊണ്ട് കർണാടക ഹൈക്കോടതി വിധി നിലനിൽക്കുകയാണ്. അതിൽ കൃത്യമായി പറയുന്നുണ്ട് ഹിജാബ്, നിക്കാബ് ഇതൊന്നും മതപരമായിട്ടുള്ള നിർബന്ധമല്ല എന്ന്. അതായത് സ്കൂളുകളിൽ യൂണിഫോം നിർബന്ധമാക്കാം എന്നുള്ളത്. ഇനി ഈ വിഷയത്തിൽ ബഹുമാനപ്പെട്ട കേരള ഹൈക്കോടതിയുടെ വിധിയും ഇതിനു മുമ്പ് വന്നിട്ടുള്ളതാണ്. തിരുവനന്തപുരം ക്രൈസ്റ്റ് നഗർ സീനിയർ സെക്കൻഡറി സ്കൂളിലെ 2 വിദ്യാർത്ഥികൾ നൽകിയ സമാന ഹർജിയെ സംബന്ധിച്ചാണ് ഇത്. മതവിശ്വാസം അനുസരിച്ച് അവരുടെ ഇഷ്ടമനുസരിച്ചുള്ള വേഷം ധരിക്കാനാണെങ്കിൽ ചില ജെയിൻ കമ്മ്യൂണിറ്റികൾക്ക് ദിഗംബരൻ അവകാശമാണ് അവരുടെ വേഷം. അവർ നഗ്നരായി സ്കൂളിൽ വന്നാൽ ഈ ശിവൻകുട്ടി മന്ത്രി സമ്മതിക്കുമോ? അതും അവരുടെ മത അവകാശമാണ്. മതം പറയുന്നു അവർ നഗ്നരായി വരണമെന്ന്. അവരും ന്യൂനപക്ഷങ്ങളാണ്, അവർക്ക് വേണ്ടി അത് അനുവദിക്കാൻ പറ്റുമോ? ഇപ്പോൾ അതൊന്നും അനുവദിക്കുന്ന ഒരു സാഹചര്യമില്ല. കാരണം അതിനെല്ലാം കാരണങ്ങൾ, വ്യക്തമായിട്ടുള്ള നിയന്ത്രണങ്ങളുണ്ട്. അല്ലാതെ മതത്തിൻ്റെ അവകാശങ്ങൾ അനിയന്ത്രിതമായുള്ള കാര്യങ്ങളെ അല്ല. നിയന്ത്രിതമായിട്ടുള്ള അവകാശങ്ങളാണ് അതെല്ലാം. ഭരണഘടനയുടെ അനുച്ഛേദം 25 മുതൽ വായിച്ചു നോക്കൂ. അത് വായിച്ചു നോക്കിയാൽ മന്ത്രിക്ക് മനസ്സിലാകും. എല്ലാ അനിയന്ത്രിതമായിട്ടുള്ള സ്വാതന്ത്ര്യങ്ങൾ അല്ല. അതായത് എല്ലാം അനിയന്ത്രിതമല്ല സ്വാതന്ത്ര്യത്തിനെല്ലാം പരിധിയുണ്ട് എന്നുള്ളതാണ് സ്വാതന്ത്ര്യത്തിൻ്റെ ഒരു ഡെഫിനിഷൻ എന്ന് പറയുന്നത്. അഭിപ്രായ സ്വാതന്ത്ര്യം ഉണ്ടെന്ന് പറഞ്ഞ് എൻ്റെ തള്ളയ്ക്ക് വിളിക്കാനുള്ള സ്വാതന്ത്ര്യമില്ല എന്നുള്ളതാണ് നമ്മുടെ ഭരണഘടന പറയുന്നത്. അതുപോലെ ആ സ്കൂളിൽ പ്രശ്നങ്ങൾ ഉണ്ടാക്കിയതാരാണ്? SDPI. അതിന് SDPIയെ കുറ്റപ്പെടുത്താൻ തൻ്റെ ഇടവും ധൈര്യവും ഇല്ലാത്ത ഇവിടുത്തെ MP ഹൈബി ഈഡൻ പറയുന്നത് RSSകാരും BJPക്കാരും വന്ന് പ്രശ്നമുണ്ടാക്കി എന്ന്. ഞാൻ ഇന്നലെയും പറഞ്ഞതേ ഉള്ളൂ, RSSകാരും BJPക്കാരും അവിടേക്ക് തിരിഞ്ഞു നോക്കിയില്ല. ഛത്തീസ്ഗഡിലാണെങ്കിലേ പോവുകയുള്ളൂ എന്ന് പറഞ്ഞ് കളിയാക്കിക്കൊണ്ടിരിക്കുമ്പോഴാണ് ഇയാൾ ഇവിടെ വന്ന് പറയുന്നത് RSSകാരാണ് അവിടെ പ്രശ്നമുണ്ടാക്കിയെന്ന്. എങ്ങനെയാണ് ഇയാൾക്ക് SDPIക്കാരെ RSSകാരും BJPക്കാരുമായി കാണാൻ കഴിഞ്ഞത്? നട്ടലില്ലാത്ത ഒരു MPയാണിത്. അതുകൊണ്ടാണ് ഈ MP ഇതൊക്കെ പറയുന്നത്. SDPIയെ കണ്ടാൽ കമന്നു വീഴുന്ന ഒരു MPയാണ് ഹൈബി ഈഡൻ. മുനമ്പത്തത് കണ്ടതാണ്. ഇവിടെ പറയുന്നത് RSS BJP ഭീഷണിക്ക് മുമ്പിൽ മുട്ടുമടക്കില്ല എന്ന്. അവിടെ വന്നത് SDPI ആണ്. അവരെ പറയാൻ മുട്ടിടിക്കുന്ന MP അവരെ പറയാതെ വല്ലവരെയും പറയുന്നു. സുഡാപ്പികളുടെ അടുത്ത ചോദ്യം, കന്യാസ്ത്രീകൾ എന്തുകൊണ്ട് ഈ വേഷം ധരിച്ചിരിക്കുന്നു എന്നാണ്. അത് അവരുടെ യൂണിഫോമാണ്. പക്ഷേ അവർ ആ സ്കൂളിലെ വിദ്യാർത്ഥിയല്ല. അവർ വിദ്യാർത്ഥികളായിരുന്നുവെങ്കിൽ ആ സ്കൂളിലെ നിയമം അനുസരിച്ചുള്ള യൂണിഫോം മാത്രമേ അവരും ധരിക്കാൻ പാടുള്ളൂ, ധരിക്കുമായിരുന്നുള്ളൂ. ഏതായാലും അവർ ആ സ്കൂളിലെ പ്രിൻസിപ്പാളാണ്. യൂണിഫോം എന്നത് വസ്ത്രത്തെ സംബന്ധിക്കുന്നതാണ്. അതിൽ കുരിശുമാലയോ കുങ്കുമപ്പൊട്ടോ ഒന്നും അതിൽ ബാധകമല്ല. നെറ്റിയിലെ നിസ്കാരത്തഴമ്പ് മാറ്റിക്കൊണ്ടുവരാൻ പറയാൻ പറ്റുമോ? അത് മാറ്റാൻ പറയാൻ ആർക്കും പറ്റില്ല. കാരണം യൂണിഫോമിൻ്റെ ഭാഗമല്ല. അതുപോലെ പോലീസിൽ, പട്ടാളത്തിലെല്ലാം ഡ്രസ് കോഡുണ്ട്. പട്ടാളത്തിൻ്റെ കാര്യം പറഞ്ഞാൽ ഓപ്പറേഷൻ സിന്ദൂർ വിശദീകരിച്ച് പത്രസമ്മേളനം നടത്തിയത് ആരാണെന്ന് അറിയാമല്ലോ? കേണൽ സോഫിയ ഖുറേഷി. അവർ പത്രസമ്മേളനത്തിൽ വന്നത് ഹിജാബ് ധരിച്ചോ നിക്കാബ് ധരിച്ചോ അല്ല, കരസേനയുടെ യൂണിഫോമിലാണ്. ലോകം മുഴുവൻ അത് കണ്ടു, ആവേശം കൊണ്ടു. അതുകൊണ്ട് ഇവിടെ പലരും ചെയ്തു കൂട്ടിയ വിവാദങ്ങളെല്ലാം തെറ്റാണ്. ഒരു സ്ഥലത്ത് കയറി കേരളം ഒരു ശരീഅത്ത് രാജ്യമാക്കാനുള്ള നടപടികളാണ് നടക്കുന്നത്. പല സ്ഥലത്തും നമ്മൾ ദിവസേന ഇത്തരം വാർത്തകൾ കാണുന്നുണ്ട്. അവർ പതുക്കെ പിടിമുറുക്കുകയാണ്. അവരുടെ മുന്നിൽ കമിഴ്ന്നു കിടന്ന് കാല് നക്കുകയാണ് LDFും UDFും. ഇസ്ലാം ജന്മമെടുത്ത സൗദിയിൽ പോലുമില്ലാത്ത മത നിയമങ്ങളാണ് കേരളത്തിലും ഭാരതത്തിലും നടപ്പാക്കാൻ ശ്രമിക്കുന്നത്. ഗൾഫ് രാജ്യങ്ങളിലും സൗദിയിലുമെല്ലാം പുരോഗമനപരമായിട്ടുള്ള നിലയിലേക്ക് പോകുമ്പോൾ കേരളത്തിലെ ചിലർ 6ാം നൂറ്റാണ്ടിലേക്ക് സമൂഹത്തെ കൊണ്ടുപോകാൻ ശ്രമിക്കുന്നു. അതുകൊണ്ട് ഈ കാര്യങ്ങൾ എല്ലാവരും മനസ്സിലാക്കണം. കേരളത്തെ ഒരു ശരീഅത്ത് രാജ്യമാക്കാനുള്ള ശ്രമത്തിൻ്റെ ഭാഗമാണ്. അതിന് തീവ്രവാദികൾ ഓരോരോ പരീക്ഷണങ്ങൾ നടത്തുകയാണ്. അതിൽ വിജയിച്ചാൽ അടുത്തതിലേക്ക് പോകും. ശിവൻകുട്ടി മന്ത്രി പറയുന്നത് തെറ്റാണ്. ഇവിടെ ഒരു കോടതിയുണ്ട്. കോടതി വിധി അനുസരിച്ച് അവിടെ ഈ കുട്ടിയുടെ മാതാപിതാക്കളും സ്കൂൾ മാനേജ്മെൻറ്റും തമ്മിലൊരു ധാരണയായിട്ടുണ്ട്. ആ കുട്ടി സ്കൂൾ യൂണിഫോം ധരിക്കുമെന്നും നിയമങ്ങൾ പാലിക്കുമെന്നും. അത്
തള്ളിക്കളഞ്ഞ് നടപടിയെടുക്കാനുള്ള അധികാരം ശിവൻകുട്ടി എന്ന വിദ്യ ആഭാസ മന്ത്രിക്കില്ല എന്നാണ് എനിക്ക് ഈ അവസരത്തിൽ പറയാനുള്ളത്. മന്ത്രിയോടും കേരള സർക്കാരിനോടും എനിക്ക് പറയാനുള്ളത്, കുമാരനാശാൻ ഒരു നൂറ്റാണ്ട് മുൻപ് പറഞ്ഞതാണ്, ഇന്നലെ ചെയ്തൊരബദ്ധം മൂഢർക്കിന്നത്തെ ആചാരമാകാം, നാളത്തെ ശാസ്ത്രമതാവാം, അതിൽ മൂളായിക സമ്മതം രാജൻ എന്ന വരികൾ തന്നെയാണ് എന്ന ഗംഭീരമായിട്ടുള്ള കുറിപ്പാണ് നമ്മുടെ സെൻകുമാർ സാറ് പുറത്ത് വച്ചിരിക്കുന്നത്, അല്ലെങ്കിൽ പടച്ചു വിട്ടിരിക്കുന്നത്. ഇതിലൊരു കാര്യം പറയുന്നുണ്ട്, സൗദി അറേബ്യയെ സംബന്ധിച്ച് സെൻകുമാർ സാർ പറയുന്ന കാര്യം എന്ന് പറയുന്നത്, അമീറ അൽ തക്വീൽ എന്ന് പറയുന്ന സൗദി അറേബ്യയുടെ ഭരണാധികാരിയുടെ മകളുണ്ട്, രാജകുമാരി. ആ രാജകുമാരിയെ കണ്ടിട്ടുണ്ടോ? കാണണം. നല്ല ഭംഗിയാണ് അവരെ കാണാൻ. തലയിൽ തട്ടമില്ല, മോഡേൺ വേഷമിട്ടാണ് രാജകുമാരി നടക്കുന്നത്. പോരാത്തതിന് അവരവരുടെ വസ്ത്ര സ്വാതന്ത്ര്യം, സ്ത്രീകൾക്ക് നിർണ്ണയിക്കാനുള്ള അവകാശം മുഹമ്മദ് ബിൻ സൽമാൻ രാജാവ് അവർക്ക് കൊടുത്തിട്ടുണ്ട്. കാരണം മനസ്സിലായി, ഇനി ഇതൊക്കെ കെട്ടിപ്പിടിച്ചുകൊണ്ടിരുന്ന പണി പാളുമെന്ന് മനസ്സിലായി. കാരണം പെട്രോളൊക്കെ ഇവിടെ തീരാറായി. അതുകൊണ്ട് എങ്ങനെയെങ്കിലും നിയോം സിറ്റി രൂപീകരിച്ച് നിയോം സിറ്റിയിലേക്ക് കൂടുതൽ ടൂറിസ്റ്റുകളെ അട്രാക്റ്റ് ചെയ്തുകൊണ്ട് എന്താക്കാനാണ് പദ്ധതി? രാജ്യത്തെ വികസിപ്പിക്കാനാണ് സൗദി അറേബ്യയുടെ പദ്ധതി. പലസ്തീൻ എന്ന പേര് അവിടെ പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ രാജകുമാരൻ മുഹമ്മദ് ബിൻ സൽമാൻ ആസനത്തിലൂടെ കുന്തം കയറ്റും. കുറേ മലയാളികളെ അവിടെ നിന്ന് ഇങ്ങോട്ടേക്ക് ഡീപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. അവിടെ പലസ്തീൻ പ്രതിഷേധത്തിൽ പങ്കെടുത്തു, ആസൂത്രണം ചെയ്തു എന്ന് പറഞ്ഞുകൊണ്ട്. അത് വേറൊരു കാര്യം. സൗദി അറേബ്യയിൽ സ്വിംസ്യൂട്ട് ഫാഷൻ ഷോ നടന്നത് അറിഞ്ഞായിരുന്നു? കഴിഞ്ഞ വർഷം മെയ്യിൽ സ്വിംസ്യൂട്ട് അണിഞ്ഞുകൊണ്ട് സൗദി അറേബ്യയിൽ തരുണീമണികൾ നടക്കുന്ന ദൃശ്യങ്ങൾ വൈറലാണ്. ചുമ്മാ ഒന്ന് ഗൂഗിളിൽ പോയി സെർച്ച് ചെയ്ത് നോക്കിയാൽ മതി. അപ്പോൾ അതുവരെ സൗദി അറേബ്യയിൽ നടന്നു കഴിഞ്ഞു. പതിയെ അവർ തങ്ങളുടെ പഴയ കാര്യങ്ങളൊക്കെ മാറ്റി പുരോഗമനത്തിൻ്റെ പാതയിലേക്ക് വരികയാണ്. പോരാത്തതിന് സൗദി അറേബ്യയിലെ രാജകുമാരൻ അവരുടെ മ്യൂസിയത്തിൽ വയ്ക്കാനായി ക്രിസ്തു കുരിശിൽ കിടക്കുന്ന വളരെ പഴമയുള്ളൊരു ചിത്രം മേടിച്ച കേസ് അറിയാമോ? അന്ന് വലിയ രീതിയിലുള്ള വിവാദങ്ങൾ അവിടെ ഉണ്ടായി. ഈ ചിത്രം നമ്മൾ മേടിക്കാൻ പാടില്ല എന്നൊക്കെ പറഞ്ഞ് അടിച്ചണ്ണാക്കി കൊടുത്തിട്ട് പോയി പണി നോക്കാൻ പറഞ്ഞു. അതാണ് സൗദി അറേബ്യയിലെ രാജകുമാരൻ ചെയ്തത്. അപ്പോൾ എന്തായിരുന്നാലും ഇങ്ങനെയൊക്കെയാണ് കാര്യങ്ങളുടെ പോക്കെന്ന് പറയുന്നത്. ഇനിയും മനസ്സിലാകാത്ത സുഡാപ്പികളുണ്ടെങ്കിൽ വളരെ ലളിതമായിട്ട് പറഞ്ഞു തരാം. ഇന്ത്യയിൽ വന്ന താലിബാൻ പോലും നേരെയായി, എന്നിട്ട് എന്തടാ നീയൊക്കെ നേരെയാവാത്തത് എന്ന് മാത്രമേ എനിക്ക് ചോദിക്കാനുള്ളൂ. അപ്പോൾ ശരി.